നമുക്ക് നല്ലൊരു മത്തി ഫ്രൈ ഉണ്ടാക്കിയല്ലോ, തേങ്ങയൊക്കെ ഇട്ട് നല്ല വറുത്തെടുത്ത മത്തി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ല മത്തി കിട്ടിയിട്ടുണ്ട്, ചെറിയ മത്തി. അത് നല്ല ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അരമണിക്കൂറൊന്ന് തിരുമ്മി വെക്കുക കേട്ടോ, അതിൻ്റെ മസാലകളെല്ലാം പിടിക്കാനായിട്ട്. പിന്നീട് നമുക്ക് ഒരു നല്ല വട്ടത്തിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഈ മത്തിക്ക് നല്ല നെയ്യുള്ളതുകൊണ്ട് ആ നെയ്യും കൂടെ എണ്ണയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ അടച്ച് വെച്ച് വറുക്കുക. ആ സമയം ഒരു അരമുറി തേങ്ങയും 2-3-4 ഉള്ളി, ചെറിയ ഉള്ളിയും 3-4 വറ്റൻമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ. പിന്നീട് നമുക്ക് അതിൽ ഒരു മത്തിയെല്ലാം വറുത്ത ശേഷം അതെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കി വരുന്ന എണ്ണയിൽ നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വറ്റൻമുളകും എല്ലാം കൂടെ ഉള്ളിയും കൂടെ കൃഷി ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു 2 സ്പൂൺ വാളംപുളി പിഴിഞ്ഞ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ മത്തിയും എല്ലാം കൂടെ തട്ടിപ്പൊത്തി അതൊന്ന് വേവാൻ വെക്കണം കേട്ടോ ഒന്നും കൂടെ. എന്നിട്ട് അതിങ്ങോട്ട് വരണ്ട് വന്ന് കഴിയുമ്പോൾ നല്ല വാഴയിലക്കകത്തൊന്ന് മൂടി വെച്ച് അടച്ച് വെക്കുക കേട്ടോ, ചെറുതീയിൽ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതിനുശേഷം വാഴയില ഇങ്ങ് തുറന്ന് കഴിയുമ്പോൾ എന്താ നല്ല മണം എന്നറിയാവോ, നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ നമുക്കത് കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ആ തേങ്ങയിലും തേങ്ങയുടെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയിലേക്ക് ആ പുളിയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ